Hello everyone. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് റോയ്സ് ഇൻവെസ്റ്റിലെ ഹെഡ് ഓഫ് ബിസിനസ് ആൻഡ് ഡെവലപ്മെന്റ് പൊസിഷനിലുള്ള ജിതിൻ കെ റോയ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പേര് ജിതിൻ എന്നാണ്. ഞാനിപ്പോൾ റോയ്സ് ഇൻവെസ്റ്റർ എന്ന ഫിനാൻഷ്യൽ കൺസൾട്ടൻസി സ്ഥാപനത്തിൽ ആസ് എ ഹെഡ് ഓഫ് ബിസിനസ് ഡെവലപ്മെന്റ് റോളിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. സോ എന്താണ് ഫൈനാൻഷ്യൽ കൺസൾട്ടൻസി? ഇപ്പോൾ നമുക്കൊരു അസുഖം അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്നു, നമ്മൾ ഡോക്ടറിനെ കാണാൻ പോകുന്നത് പോലെ തന്നെ ഡോക്ടർ എന്തിനാണ് കാണാൻ പോകുന്നത്, അതിനൊരു സൊല്യൂഷൻ കിട്ടാനായിട്ട്. അതുപോലെ തന്നെ ഒരാളുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് സെൻസ് ലൈക്ക് എല്ലാവരുടെയും ഫൈനാൻസ് കാര്യങ്ങൾ കൃത്യമായി ഡീൽ ചെയ്ത് ഭാവിയിൽ അസുഖങ്ങളൊന്നും വരാണ്ടിരിക്കാനായിട്ട് കൃത്യമായ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്ത് അതിനൊരു പ്രോപ്പർ ഗൈഡൻസ്, എക്സ്പേർട്ട് ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഫൈനാൻഷ്യൽ കൺസൾട്ടന്റ് റോൾ എന്ന് പറയുന്നത്. ഒരു ഫൈനാൻഷ്യൽ കൺസൾട്ടൻസിയിൽ വരുന്ന ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു അപ്പർ ക്ലാസ് ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്നവരാണോ, അതൊരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് അല്ലെങ്കിൽ അത്രയൊരു ഇൻകം നേടുന്ന ഒരാൾക്ക് അങ്ങനത്തെ ഫൈനാൻഷ്യൽ കൺസൾട്ടൻസിയിൽ അപ്രോച്ച് ചെയ്യാറുണ്ടോ? നമുക്കെല്ലാം കാറ്റഗറിയിൽ നിന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആൾക്കാർ വരാറുണ്ട്. ആസ് എ ഒരു അപ്പർ ക്ലാസ് ആൾക്കാർക്ക് മാത്രം റിസർവ്ഡ് ആയിട്ടുള്ളതല്ല ഈ ഫൈനാൻഷ്യൽ കൺസൾട്ടൻസി സർവീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വരുമാനം, ആ വരുമാനം കൃത്യമായി സ്പ്ലിറ്റപ്പ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള സൊല്യൂഷൻ കൊടുക്കുക. അതനുസരിച്ച് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ആർക്കും ഇത് അപ്രോച്ച് ചെയ്യും. ഇപ്പോൾ വെറും 10,000-12,000 സാലറി ഉള്ളവർ തന്നെ അവർ ആഗ്രഹിച്ചിട്ട് ഒരു മാസം ഒരു 1,000-2,000 മ്യൂച്വൽ ഫണ്ട് SIP തുടങ്ങുന്നവർ തന്നെ നമ്മുടെ കൂടെ അവരുമുണ്ട്. സോ ഇതെല്ലാം ചെറിയ ഇൻവെസ്റ്റ്മെന്റ്സിലാണ് തുടങ്ങുന്നത് പലവരുടെയും. ഇന്ന് നമ്മൾ കാണുന്ന നിസ്സാര സാലറിക്കാരായിരിക്കാം ഭാവിയിലെ ബില്യനേഴ്സ് ഒക്കെ ആകുന്നത്.